അപ്പോൾ എല്ലാവർക്കും ട്രാവലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു മക്കാവും പിന്നെ അതുപോലെ ഗ്രാപ്പാറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ മുന്നേ നമ്മൾ ഇതുപോലെ ഒരു മക്കാവിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസിന് മുന്നാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ എലുത്തിങ്കൽ ഫാമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേർ മക്കാവോസും ഗ്രാപ്പാറ്റൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ ലിജോ ചേട്ടനും കൂടിയുണ്ട്. അപ്പോൾ മക്കാവോൻ്റെയും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ പ്രൈസൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ ഇതിനെങ്ങനെ വളർത്താം, എങ്ങനെ ഫീഡ് ചെയ്യാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ലിജോ ചേട്ടനെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ലിജോ ചേട്ടൻ. ചേട്ടൻ ഹായ് പറഞ്ഞത്. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇതാണ് ലിജോ ചേട്ടൻ. ചേട്ടാ, അപ്പോൾ നമ്മൾ മക്കാവോസും ഗ്രാപ്പാറ്റൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഫാമിൽ. അതെ, നമ്മൾ ഏകദേശം 31 വർഷത്തെ പ്രവൃത്തി പാരമ്പര്യമുള്ള ഫാമാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പുത്തൂരാണ് നമ്മുടെ ഫാം വരുന്നത്. നമ്മുടെ മിക്സ്ഡ് ഫാമിംഗ് ആണ്. ആട്, പശു, കോഴി, താറാവ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫാമിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മക്കാവൂസിന്റെ സെക്ഷൻ കവർ ചെയ്യാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതെ, ഇപ്പോൾ നമ്മൾ മക്കാവൂസിന് മാത്രം കവർ ചെയ്യണം. ബാക്കി ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്ലാന്റ്സ്, നഴ്സറികൾ, കേരളത്തിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ ചെടികൾ കൊടുക്കുന്ന നഴ്സറി നമ്മുടെ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫാമിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കാവൂസിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലൂ ആംഗോൾഡ് മക്കാവും ഗ്രാപ്പാറ്റാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ പാറ്റ്സുകളൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ഫ്ലഡിന് മുമ്പ് അനേകം ബേഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ബ്ലൂ ആംഗോൾഡ് മക്കാവും ഗ്രാപ്പാറ്റുകൾ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രീഡിംഗ് ആണ് ഇവിടെ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രീഡിങ്ങിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ എടുത്ത് നമ്മൾ ഇവിടെ തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷം കണ്ടാലോ? കാണാനും നമുക്ക് നേരെ വീഡിയോയിലേക്കാണ്. ഗ്രാപ്പാറ്റൺ അല്ലേ പഠിത്തിരിക്കുന്നത്? അത് നമ്മുടെ ആഫ്രിക്കൻ ഗ്രാപ്പാറ്റുകളാണ്. ഇത് ടൈംഡ് ആയിട്ടുള്ള പേരാണ്. ഇപ്പം നമ്മുടെ 3 പേരാണ് ഉള്ളത്. ടൈംഡ് ആയിട്ടുള്ള 3 പേരുകളുണ്ട്. ഫുള്ളി ടൈംഡ് അല്ല എങ്കിലും നമ്മൾ ഈ ബ്രീഡിംഗ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ടൈം ചെയ്യില്ല. ഒരു മീഡിയം റേഞ്ചിൽ നമ്മൾ ടൈം ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ അവൈലബിൾ ആണ്. ഒരു കുഞ്ഞിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ഏകദേശം 40,000 രൂപയാണ്. ഡേ ഹോൾഡ് 30 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 35,000 മുതൽ 40,000 വരെയാണ് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ മക്കാവൂസിൻ്റെയും ഗ്രാപ്പാറ്റിൻ്റെയും എല്ലാം കുഞ്ഞുങ്ങൾ നിലവിൽ കൊടുക്കാനുണ്ട്. മക്കാവൂസിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 1,20,20,000 രൂപയ്ക്കാണ് 30 ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗ്രാപ്പാറ്റിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏകദേശം 35 മുതൽ 40,000 വരെ. ഓക്കെ, ഞാൻ എൻ്റെ ഒരു മറ്റൊരു ഡൗട്ട് കേട്ടെ. ഇപ്പോൾ ഗ്രാപ്പാറ്റ് തന്നെ 2 തരത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഉള്ളത് നോർമൽ എല്ലാവരും കയ്യിൽ കണ്ടുവരുന്ന ഈ ഗ്രാപ്പാറ്റിന്റെ നോർമൽ ബേർഡ് തന്നെയാണ്. കാണാൻ ഏകദേശം ഒരു പോലെ ബ്രീഡ് സെയിം ആയിരിക്കും, കളറിൽ മാത്രം വ്യത്യാസം വരും. കളറിലും ചെറിയൊരു വൈറ്റ് ഒരു ഡാർക്ക് ചെസ്റ്റ് പിന്നെ മാത്രമല്ല അതിന്റെ റെഡ് കളറിലുള്ളതും വരുന്നുണ്ട് തന്നെ. ശരി, രണ്ടും സൈസൊക്കെ ഒരുപോലെ തന്നെ. അതെ, സൈസും ബ്രീഡൊക്കെ സെയിം തന്നെ, കളറിലുള്ള വ്യത്യാസങ്ങളുള്ളൂ. ഓക്കെ, ഈ മക്കാവോ സംസാരിക്കാം നമുക്ക്? മക്കാവോസ് നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ സംസാരിക്കുന്ന ഒരു ബേർഡല്ല. എല്ലാം വൈൽഡാണ്. നമ്മൾ ഫുള്ളി വൈൽഡ് ആയിട്ടുള്ള ബേർഡുകളാണ്. അത്രയും ടൈംഡ് ആയിട്ടുള്ള ബേർഡുകളല്ല. ഇപ്പൊ നമ്മുടെ ലിജു ചേട്ടൻ്റെ അടുത്ത് ഇപ്പൊ നമ്മുടെ ഈ ഗ്രാപ്പാറ്റ് ഭയങ്കര ടൈംഡ് ആണല്ലോ. ഇത് ഇവള് മാത്രം ഭയങ്കര ഇണക്ക. അതുപോലെ വേറൊരു അപ്പു എന്നൊരു ബേർഡും ഉണ്ട്. അത് 2 പേരും നല്ല ഇണക്ക. എത്ര ഗ്രാപ്പാറ്റ് ഉണ്ട് ഇവിടെ? ഇവിടെ ഇപ്പൊ നമുക്ക് നിലവില് 7 ഗ്രാപ്പാറ്റാണ് ഉള്ളത്. 3 പെയറാണുള്ളത്. ഒരെണ്ണം സിംഗിളാണ്. ഇപ്പൊ എപ്പോഴും നമുക്ക് ഇത് ഉണ്ടാവോ ചിക്സ്? എപ്പോഴും ഉണ്ടാവില്ല. ഇപ്പൊ നിലവിലുണ്ട്. എപ്പോഴും അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവാറില്ല. നോർമൽ ബ്രീഡിംഗ് ടൈം ഒക്കെ എങ്ങനെയാവും? ഇപ്പൊ ഓൾറെഡി ഗ്രേഡൊക്കെ ബ്രീഡിംഗ് ടൈം ആണ്. ഗ്രേഡ് മക്കവടൊക്കെ ബ്രീഡിംഗ് ടൈം ആണ്. ജൂലൈ ലിറ്ററിൽ എത്ര കുട്ടികളൊക്കെ കിട്ടും നമുക്ക്? ജന്മം തന്നെ നമ്മുടെ കയ്യിലല്ല എങ്കിലും നോർമലി 1 കുഞ്ഞു മുതൽ 2 കുഞ്ഞു വരെയൊക്കെ കിട്ടാറുണ്ട് നമുക്ക്. അതിൽ കൂടുതൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവര് തന്നെ നോക്കുക നമുക്ക്? ഇത് നമ്മള് ഏകദേശം ഒരു 10-30 ദിവസത്തോളം ഇവര് തന്നെയാണ് നോക്കുക. അതിനുശേഷമാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ശരി, ഞാനേ മറ്റേ വിലയുടെ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് 30 ദിവസമായ കുട്ടിക്ക് ഒരു വില, പിന്നെ സ്വന്തമായിട്ട് ഫുഡ് സെൽഫായിട്ട് ഈറ്റ് ചെയ്യാൻ തുടങ്ങി കുട്ടികൾക്ക്. ഞാൻ ഇപ്പൊ പറഞ്ഞ വിലയൊക്കെ നമ്മൾ ഹാൻഡ് ഫീഡിങ് ചിക്കന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്കിപ്പോൾ നോർമലി ആളുകൾ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ ഫീഡ് ചെയ്ത് വളർത്തുന്ന കുഞ്ഞിന്റെ റേറ്റ് ആണ് പറഞ്ഞത്. ഇവര് സ്വയം ഫീഡ് ചെയ്ത് തുടങ്ങി ഭക്ഷണം കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ റേറ്റിന് മാറ്റമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അത്രയും ദിവസത്തെ നമ്മൾ ഇവരുടെ ഫുഡ് എക്സ്പെൻസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. നോർമലി നമ്മൾ ബേഡ്സിന് കൊടുക്കുന്ന ഫുഡ് അല്ലല്ലോ. ഇപ്പോൾ 19 പോലുള്ള നല്ല
ഇത്തിരി ക്വാളിറ്റി കൂടിയുള്ള ഫുഡുകളാണ് നമുക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചിക്സ് ആ ഒരു ടൈപ്പുള്ളതിന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണത്? നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽസ്യം പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അതുപോലെ മിനറൽസ്, അതുപോലെ നമ്മുടെ A90 ഉണ്ട്. എങ്കിലും അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ സമയങ്ങളിൽ നമുക്ക് ഈ ഡൈജസ്റ്റേഷൻ്റെ ഒക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഡൈജസ്റ്റേഷൻ മറ്റേ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഡൈജസ്റ്റ് ആണെന്നുള്ള സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം കുഞ്ഞുങ്ങൾക്ക്. ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ ഇപ്പം മഴക്കാലമാണ്, നമ്മളത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ നമ്മുടെ ബൾബ് ഇട്ട് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലൈഫ് സ്പാൻ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് നാൾ ഒരു 50-60 വർഷം വരെ ജീവിക്കുന്നത്. അപ്പോൾ ലോങ് ആയിട്ട് നോക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വേർഡാന്നും കേട്ടിട്ടുണ്ട്. സംഭവം കേട്ടിട്ടുണ്ട്, 55-60 വർഷം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത്രയും കാലത്തെ എക്സ്പീരിയൻസ് നമുക്കില്ല. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ ഏകദേശം നമ്മുടെ മക്കാവൂസ് കിട്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 9 കൊല്ലത്തോളമായിട്ടുണ്ട്. എത്ര വയസ്സായിട്ടുണ്ട്? ഇവൾക്ക് ഏകദേശം 4 വയസ്സ്. കുട്ടികളൊക്കെ ഫീമെയിലാണ്. എത്ര കിട്ടിയിരുന്നത്? ഇവള് ഇതുവരെ ബ്രീഡ് ആയിട്ടില്ല. ഇവള് ഇണക്കം കൂടിയതുകൊണ്ടാണോന്ന് അറിയില്ല, ബ്രീഡിങ് അത്ര അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഇവള്. മെച്യൂരിറ്റി പീരീഡ് ഏകദേശം 3 വയസ്സ് തന്നെയാണ്. 1.5 വയസ്സ് മുതൽ മെച്യൂരിറ്റി ആവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും 3 വയസ്സ് തൊട്ടാണ് നമ്മുടെ ശരിക്കും മാജിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞ്. ചിക്സ് ഒക്കെ വന്നിട്ട് നമുക്ക് അതിന്റെ ഫെദേഴ്സ് ഒക്കെ ഫുൾ ആയിട്ട് കവർ ചെയ്ത് വരണമെങ്കിൽ എത്ര നാൾ പിടിക്കും? ഏകദേശം 2 മാസത്തോളം വരുമ്പോൾ ഫുൾ ഫെദർ ഒക്കെ ആവും. ടൈം ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു വേർഡാണല്ലോ നമുക്കിത്. വളരെയായിട്ട് മാനസികമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകാനും വളർത്താനും പറ്റുള്ള ഒരു അടിപൊളി ബേഡുകൾ തന്നെയാണ് ഇന്ത്യ പാരറ്റ് മക്കാവൂസ്. ഒരുപാട് മനുഷ്യന്മാരായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ബേഡുകളാണ്. പിന്നെ വെച്ചാൽ ഒരു പുറത്ത് പോയി കഴിഞ്ഞാലാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുക. കാരണം വെച്ചാൽ നമ്മുടെ ഒരു ശൈലിയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് അവർക്ക് പറന്നു പോയാൽ പോലും സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടിട്ട് മക്കാവൂസിൽ വൈൽഡ് ഉണ്ട്, അതുപോലെ ഇവര് വൈൽഡ് ഉണ്ട്. ഉണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈ 2 പേരെന്നെ ഉള്ളൂ ടേംഡ് ആയിട്ട്. ബാക്കിയെല്ലാം നമ്മൾ വൈൽഡ് ആയിട്ട് തന്നെയാണ് വളർത്തുന്നത്. എന്റെ ഒരു ഡൗട്ട് നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് വൈൽഡ് ആയിട്ട് കിട്ടിയ ഒരു ബേഡിനെ നമുക്ക് ടൈം ചെയ്ത് എടുക്കാൻ ഈസിയാണോ? അത്ര ഈസി അല്ല അത്. കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ട് നമ്മൾ വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അത് ടൈം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷെ നമുക്ക് അങ്ങനെ എളുപ്പം കൊണ്ട് അതിനെ ടൈം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ചേട്ടാ അപ്പോൾ നമ്മൾ മക്കാവനെ കാണാൻ വന്നേക്കണേ. അപ്പോൾ മക്കാവോ ബാക്കിലുള്ള കേജിൽ മക്കാവ് ഉണ്ടല്ലേ? നമ്മുടെ മക്കാവിൻ്റെ കേജാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് മക്കാവൂസ്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്ന 2 പേരുകളാണ് നമുക്കുള്ളത്. കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ അവൈലബിൾ ആണ് കുഞ്ഞുങ്ങൾ. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1,20,000 രൂപയ്ക്കാണ്. ഏകദേശം 30 ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര പേരുണ്ട്? നമ്മുടെ കയ്യിൽ 2 പേരാണ്. ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവാണ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ. മക്കാവോ പൊതുവെ വൈൽഡാണ് കേട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണ്? നമ്മൾ ബ്രീഡിംഗ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വൈൽഡായിട്ട് തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എങ്കിലും ഒരു ഹാഫ് ടേംഡ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വലിയ കേജ് ഉണ്ട് ഇപ്പോൾ ബാക്കിൽ കാണുന്നത് തന്നെ. ഏകദേശം നമുക്കൊരു 16 അടി നീളവും 12 അടി വീതിയുള്ള കേജുകളാണ് നമ്മൾ. അങ്ങനെ 2 കേജുകളായിട്ടാണ് നമ്മൾ പറന്ന് നടക്കുന്നതുകൊണ്ട് ഹെൽത്തിന് യാതൊരു പ്രോബ്ലം വരില്ല. അതെ, അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് പറന്ന് നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു കൂട്ടിലടച്ചൊരു ഫീൽ ശരിക്കും കൊടുക്കാണ്ട് അവർക്ക് നല്ല രീതിയിൽ പറന്ന് നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടാണ് നമ്മൾ കൂട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ബ്ലൂ ആൻഡ് ഗോൾഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കളർ തന്നെയല്ല അതിന്റെ മക്കാവൂസിൽ ഒരുപാട് വെറൈറ്റീസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു വെറൈറ്റിയാണ് ബ്ലൂ ആൻഡ് ഗോൾഡ്. ബ്ലൂ ആൻഡ് ഗോൾഡിന്റെ 2 പേരാണ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ നിലവിൽ. ഓക്കെ. ഇപ്പോൾ ഈ ടൈം ചെയ്തതും ടൈം ചെയ്യാത്ത വൈൽഡ് ആയതും തമ്മിലുള്ള വ്യത്യാസം എന്താ? കുറച്ചും കൂടി ടൈം ചെയ്യാന്ന് പറയുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടിയും കാണുമ്പോൾ കുറച്ചുകൂടിയും ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ അതിനെ ഇഷ്ടം ആളുകൾക്ക് തോന്നാൻ സാധ്യത. പിന്നെ ഇത് അങ്ങനെ അത്ര റയർ ആയിട്ടുള്ളൊരു ബേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പർപ്പസ് ബ്രീഡിംഗ് ആയതുകൊണ്ട് നമ്മൾ അധികം ടൈം ചെയ്യാണ്ട് അതിനെ വളർത്തുകയാണ്. പക്ഷേ അവരുടേതായിട്ടുള്ളൊരു ലോകത്ത് അവർ ജീവിക്കുമ്പോഴാണ് പെട്ടെന്ന് ബ്രീഡ് ആവാനുള്ള സാധ്യത കൂടുതൽ. നമ്മളുമായിട്ട് വല്ലാണ്ട് ഫ്രണ്ട്ലി ആകുമ്പോൾ അത് മാത്രമല്ല മനുഷ്യന്മാരെക്കാളും സ്നേഹം കൂടുതലുള്ളതാണ് മൃഗങ്ങൾക്ക്. അപ്പോൾ ഇവര് നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. പക്ഷെ അവരെ കൂടിയുള്ള എണേനെ സ്നേഹിക്കാൻ മറന്നു പോകും. അങ്ങനെയാണ് അത് പറ്റുന്നത്. ഓക്കെ. അപ്പൊ ഈ വൈൽഡ് ഇപ്പൊ നമ്മളിപ്പോ കുട്ടികളെ കൊടുക്കണ്ടല്ലോ ചിക്സിനെ, അപ്പൊ അത് ടൈം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്? നമ്മളൊരു 30 ദിവസം പ്രായമാകുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യും. ഓക്കെ. ഇപ്പൊ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാ? നമ്മളിപ്പോ ഇവിടെ സോഷ്യൽ മീഡിയ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ വരും. ഇപ്പോൾ ഓൾറെഡി ഇപ്പൊ നമുക്ക് ഏകദേശം 8 വർഷത്തെ പ്രവൃത്തി ഇതുണ്ടല്ലേ. മക്കാവൂസ് എത്ര വർഷമായി? നമ്മള് ഏകദേശം 8 വർഷത്തോളമായിട്ട് നമ്മുടെ കയ്യിൽ മക്കാവൂസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പൊ നിലവിൽ ഒരു 5 വർഷമൊക്കെ ആയിട്ടുള്ളൂ അല്ലെ പോപ്പുലർ ആയിട്ട്? അതായത് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് മക്കാവൂസ് എന്നുള്ള ഒരു അന്നത്തെ. അപ്പൊ അതിന് മുന്നേ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മുന്നേ വേറെ ഏത് മക്കാവായിരുന്നു? ഇപ്പൊ
നമ്മളിൽ സ്കാർലറ്റ് ഉണ്ടായിരുന്നു. സ്കാർലറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ തന്നെ വേറൊരു കളർ വേരിയേഷനാണ് സ്കാർലറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിൽ സ്കാർലറ്റ് ഇല്ല, അതിന്റെ ഒരു പേര് ചത്തുപോയതിനു ശേഷം നമ്മൾ അതിനെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ 2 പേര് ബ്ലൂ ആൻഡ് ഗോൾഡ് എടുക്കായിരുന്നു. ഫുഡ് എങ്ങനെയാ മക്കാവസിന്റെ? നമ്മള് അവർക്ക് 2 നേരമാണ് ഫുഡ് കൊടുക്കുന്നത്. രാവിലെ ഒരു നേരം ഫ്രൂട്ട്സ്, അതിലിപ്പോ ചോളം, അതുപോലെ മുന്തിരി, അങ്ങനത്തെ പപ്പായ, അതുപോലെ ഒരു കോഴിമുട്ട പുഴുങ്ങിയത്, അങ്ങനെ രാവിലത്തെ ഫുഡ് അങ്ങനെ ആയിരിക്കും. ഇനിയിപ്പോൾ അതിൽ ഫ്രൂട്ട്സുകൾ മാറി മാറി വരും, പേരക്കൊക്കെ മാറി മാറി വരും. പിന്നെ ഉച്ച തിരിഞ്ഞാണെങ്കിൽ നമ്മൾ നട്ട്സാണ് കൊടുക്കുന്നത്. വാൾനട്ട്, അതേപോലെ ബദാം, അണ്ടിപ്പരിപ്പ്, അങ്ങനത്തെ നട്ട്സ് ഐറ്റംസുകൾ, പംകിൻ സീഡ്, അങ്ങനത്തെ ഐറ്റംസുകളാണ് പിന്നെ ഉച്ച തിരിഞ്ഞ് കൊടുക്കുന്നത്. സപ്ലിമെന്റ്സ് ഇപ്പോൾ കുട്ടികളായിരിക്കും. സപ്ലിമെന്റ്സ് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കുറച്ച് കൂടുതൽ കൊടുക്കും. കുറച്ചുകൂടി നല്ല കാൽസ്യം കണ്ടന്റ് ഉള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കുറച്ച് കൂടുതൽ കൊടുക്കും നമ്മൾ അവർക്ക്. അപ്പോൾ ദോശ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അത് നമ്മൾ എടുത്ത് കൊടുക്കുകയാണോ അല്ലെങ്കിൽ ഇവർ തന്നെ ഫീഡ് ചെയ്യും? നമ്മളത് അവർക്ക് ഫീഡ് ചെയ്യാനുള്ള പാത്രത്തിൽ വെച്ചു ഫീഡ് ചെയ്തോളും. പിന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ പുറത്ത് എടുത്താൽ മാത്രമേ പിന്നെ നമ്മൾ അണാൻഡി പോലുള്ള ഫുഡുകൾ മേടിച്ച് ഫീഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഞാനൊരു ഡൗട്ട് കേട്ടു. ഇപ്പോൾ മക്കാവസിന് ഇപ്പോൾ വളർത്തണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ. അപ്പോൾ അവരോട് പറയാനുള്ള ഒരു സജഷൻ, അല്ലെങ്കിൽ ഇന്നൊരു കാരണം കൊണ്ട് നിങ്ങൾ മക്കാവനെ വളർത്തുമ്പോൾ സൂക്ഷിക്കണം, അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? മക്കാവനെ വളർത്തണോണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം പൈസയുണ്ട്, റേറ്റ് ഉണ്ടെങ്കിലും നമുക്ക് വളർത്തിയാൽ നമുക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു സംതൃപ്തിയാണ് ഇതിനെല്ലാത്തിനും ഉപരി. നമ്മൾ ഇതിനെ വളർത്തി ബ്രീഡ് ചെയ്ച്ച് കുഞ്ഞുങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിൽ ഉപരി ഇതൊരു മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യേണ്ടത്. വരുമാനം ലാഭമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ദൈവം തരുന്നത്. എന്തായാലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നീട് വല്ല നഷ്ടം പറ്റി കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷമത്തിലേക്ക് ഇടയാകും. ഇപ്പൊ മക്കാവോസ് ഇപ്പോൾ ഒരു വലിയൊരു ഇനം ബേഡാണ്. ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു ബേഡാണ്, അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബേഡാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം എടുത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത്രയും കൂടുതൽ വില കൂടുതലിന്റെ ബേഡ്സ് വരുമ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് അതിന് ശേഷം മാത്രം എടുക്കാതിരിക്കും എപ്പോഴും നന്നാവുക. അല്ലാണ്ട് നമ്മൾ അവരുടെ ഡിവാം എങ്ങനെ ചെയ്യുക, അവരുടെ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ളൊരു ചെറിയ പിന്നെ എപ്പോഴും നമുക്ക് പുറകെ ഒരാൾ നിൽക്കേണ്ടവരില്ല പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇപ്പോഴും നമ്മളത് കൃത്യമായിട്ട് ഇതിനെ ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർ മാത്രം ഈ ഇതുപോലുള്ള വലിയ ബേഡ്സിനെ എടുത്തിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാൻ തന്നെ എപ്പോഴും പറയാറുള്ളൂ.